ഹലോ, അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ആട്ടോ. ഞാൻ പാർട്ട് 2 ആയിട്ട് ക്ലീനിങ് ബ്ലോഗ് എടുത്തേക്കുന്നത്. അങ്ങനെ എൻ്റെ ബെഡ്റൂമൊക്കെ നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട്. ജനൽ കമ്പിയെല്ലാം പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം തുടച്ച് വാരി റൂമൊന്ന് തൂക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വിരിക്കാനുള്ള ബെഡ്ഷീറ്റാണ് കട്ടിലിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ അമ്പാട് എനിക്ക് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദാണ്ട് ആ റൂം ദാണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ റൂമിലോട്ടാട്ടോ കയറിയത്. ഇത് ഞങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല. ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ്, ഹെൽമെറ്റ്, അമ്പാടിയുടെ മരുന്നുകൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ റൂമിൽ. അങ്ങനെ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഞാൻ പുതിയത് വിരിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നേരെ അടുക്കളയിലോട്ട് കയറിയത്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് വയ്ക്കുന്ന സ്റ്റാൻഡാട്ടോ ഇത്. അപ്പോൾ ആ ഉള്ളിത്തോലിയും കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ഓരോ സെക്ഷന് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉരുളൻകിഴങ്ങ് അടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കത്തില്ല, ഞാൻ ആ സ്റ്റാൻഡിലോട്ട് വയ്ക്കുന്നത്. അങ്ങനെ പിന്നെ ഗ്യാസൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ നമ്മൾ അടുക്കള ജോലി ചെയ്യുമ്പോഴത്തേനും എല്ലാം വൃത്തിയാക്കും. പിന്നെ കബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദാണ്ട് ഈ ഒരു സ്റ്റാൻഡിലോട്ട് എൻ്റെ സാധനങ്ങളെല്ലാം വയ്ക്കുന്നത്. ഞാൻ ആ പാത്രങ്ങളെല്ലാം നന്നായിട്ട് തുടച്ചിട്ട് ഞാൻ സ്റ്റാൻഡിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രം ഇടിക്കുന്ന അവിടെയൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് കൂടി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് വലുതായിട്ടില്ലായിരുന്നു, കുറച്ചുള്ളായിരുന്നു വൃത്തിയാക്കാൻ. അങ്ങനെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി ഞാൻ ദാണ്ട് ഇവിടെയൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.